ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. അടുത്ത 2 മാസത്തിനുള്ളിൽ രാജ്യത്ത് 1000 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലംകൃതമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഫറോക്കിൽ. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. അടുത്ത 2 മാസത്തിനുള്ളിൽ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 1000 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അറിയിച്ചു. ഖസ്തർ ക്രീഡാ മഹോത്സവത്തിന്റെ 6ാമത് എഡിഷൻ നാഗ്പൂരിലെ യശ്വന്ത് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം കേന്ദ്ര സർക്കാർ 800 കോടി രൂപയിൽ നിന്ന് 3200 കോടി രൂപയായി ഉയർത്തിയതായും ശ്രീ ഠാക്കൂർ പറഞ്ഞു. സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് തിരുവനന്തപുരം RCCയിൽ തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള റോബോട്ടിക് സർജറി യൂണിറ്റിലൂടെ അതിസങ്കീർണ ശസ്ത്രക്രിയകൾ വേഗത്തിലും സൂക്ഷ്മതയിലും കൃത്യതയിലും ചെയ്യാനാകും. RCCയിലെ പേഷ്യന്റ് വെൽഫെയർ ആന്റ് സർവീസ് ബ്ലോക്ക്, ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലംകൃതമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിൽ നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിന്റെ വൈദ്യുത ദീപാലങ്കാരം ഒരുക്കുന്നത്. RBDCK ആണ് പദ്ധതി നിർവ്വഹണത്തിനുള്ള ചെലവ് വഹിക്കുന്നത്. പാലത്തിൽ സെൽഫി പോയിന്റ്, വീഡിയോ വാൾ, കഫറ്റേരിയ, സ്ട്രീറ്റ് ലൈബ്രറി, ഗാർഡൻ മ്യൂസിക്, കുട്ടികളുടെ പാർക്ക്, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ട്രാഫിക് സിഗ്നൽ തുടങ്ങി സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരസംക്രമനാളിൽ ശബരിമല അയ്യപ്പന് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപമുള്ള മേടക്കല്ലിൽ നിന്ന് പുറപ്പെടും. പന്തളം രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് പന്തളം കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാവില്ല. പരമ്പരാഗത പാതയിലൂടെ മകരവിളക്ക് ദിനമായ 15-ന് വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഇടുക്കിയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കുമളിയിൽ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മകരവിളക്ക് ദർശനത്തിനോടനുബന്ധിച്ച് സുരക്ഷയ്ക്കായി 1400ഓളം പോലീസുകാരെയാണ് വിവിധ പോയിന്റുകളിലായി നിയോഗിക്കുക. വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ 2 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ്, മെഡിക്കൽ ടീമിന്റെ സേവനം, 1 കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൌകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് സുരക്ഷാ ബാരിക്കേഡ് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. 6 പോയിന്റുകളിൽ അഗ്നിരക്ഷാസേനയെ നിയോഗിക്കും. കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ 14 കിലോമീറ്റർ വെളിച്ച സംവിധാനം സജ്ജീകരിച്ചു. ഭക്തർക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും. പുല്ലുമേട് ടോപ്പിൽ മിന്നൽ രക്ഷാ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. കോഴിക്കാനം, പുല്ലുമേട് എന്നിവിടങ്ങളിൽ ഭക്തർക്കായി വനംവകുപ്പ് കഫ്റ്റീരിയ സേവനം നൽകും. മകരവിളക്ക് ദിവസം പുല്ലുമേട്ടിൽ BSNL മൊബൈൽ സേവനം ഉറപ്പാക്കും. കുമളിയിൽ നിന്ന് KSRTC ബസ്സുകൾ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമാകും സർവീസ് നടത്തുക. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ഭക്തരെ പ്രവേശിപ്പിക്കുകയുള്ളൂ. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റേഡിയം, വാളാടി ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. രാവിലെ 9ഓടെ നിലയ്ക്കലിൽ എത്തിയ അദ്ദേഹം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുത്തു. സന്നിധാനത്തും അദ്ദേഹം സന്ദർശനം നടത്തും. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന വ്യക്തികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കുമെതിരെ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 50,000 രൂപ വരെ പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ടെന്നും ഇത് കർശനമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ ഹരിത കർമ്മ സേനാംഗങ്ങൾക്കുള്ള ഈ ഓട്ടോയുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് ലഭിക്കും എന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും മന്ത്രി അറിയിച്ചു.
കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം സംബന്ധിച്ച് പ്രതിപക്ഷവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച. ഭൂമി തരം മാറ്റൽ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ മറ്റന്നാൾ വയനാട് നിർവഹിക്കും. പനമരം സെന്റ് ജൂഡ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസ് റെക്കോർഡ് റൂമിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ഭൂമി തരം മാറ്റുന്നതിനുള്ള മുഴുവൻ അപേക്ഷകളും സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. 2 ദിവസമാണ് യോഗം. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, നവകേരള സദസ്സിന്റെ അവലോകനം, ജനുവരി 28 മുതൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ മുന്നൊരുക്കങ്ങൾ എന്നിവ പ്രധാന ചർച്ചാ വിഷയമാകും. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. ക്ഷീര കർഷകർക്ക് പശു വളർത്തലിന്റെ ശാസ്ത്രീയ അറിവുകൾ പകരുന്ന ഡയറി നെക്സ്റ്റ് പ്രയോഗവും പ്രയോജനവും പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം ചാണപ്പാറയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കെ മുരളീധരൻ എംപിയുടെ അധ്യക്ഷതയിൽ ജില്ലാ വികസന കോർഡിനേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ ഏറ്റെടുക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് എംപി പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വൈകിട്ട് 5 മണിക്കാണ് മത്സരം. ഖത്തറിൽ ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഖത്തർ ലെബനനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫെബ്രുവരി 10 വരെ നടക്കുന്ന ടൂർണമെന്റിൽ 24 ടീമുകൾ മാറ്റുരയ്ക്കും. ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡിൽ നടക്കുന്ന അഡ്ലെയ്ഡ് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ വിഭാഗം ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന ഫൈനലിൽ രാജീവ് റാം ജോ സാലിസ്ബറി സഖ്യത്തെ ഇവർ നേരിടും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര ഗ്രാമ മേഖലകളിൽ ഇന്നലെ പര്യടനം നടന്നു. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും ഇന്നലെ യാത്രയുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. കണ്ണൂർ ജില്ലയിലെ 1.5 മാസം നീണ്ട പര്യടനം ഇന്നലെ പൂർത്തിയായി. ഇന്നും നാളെയും ജില്ലകളിൽ പര്യടനം ഇല്ല. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം പാചകവാതക കണക്ഷൻ ലഭിച്ച കൊല്ലം ജില്ലയിൽ നിന്നുള്ള ജാസ്മി മോൾ ആകാശവാണി വാർത്തകളോട്. ഞാൻ ഇത്രയും നാളും ഗ്യാസ് ഇല്ലാതെ വിറവടുപ്പിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വിറവ് തീർച്ച് പിള്ളേർക്കൊക്കെ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. മഴ സമയങ്ങളിലാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പിള്ളേരെയും കൊണ്ട് പൈസ കൊടുത്ത് ഗ്യാസ് എടുക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളും ഗ്യാസ് എടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സ്കീമിലൂടെ കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആഹാരം പാചകം ചെയ്ത് കൊടുക്കാനും പാചകം വളരെ എളുപ്പത്തിൽ വെക്കാനും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കിട്ടിയതിൽ. പൊന്നാനിക്ക് സമീപം കടലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട മീൻപിടുത്ത ബോട്ടിലെ 12 മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അപകടത്തിൽപ്പെട്ടത്. ICGS ആര്യമാൻ എന്ന കോസ്റ്റ് ഗാർഡ് കപ്പലും ഹെലികോപ്റ്ററും എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. LED ലാമ്പിനകത്തും മറ്റുമായി ഒളിപ്പിച്ചു കൊണ്ടുവന്ന 38 ലക്ഷം രൂപയുടെ സ്വർണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. കുവൈറ്റിൽ നിന്നും വന്ന കോഴിക്കോട് സ്വദേശി അഫ്സൽ എന്ന യാത്രക്കാരനാണ് പിടിയിലായത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മകരപ്പൊങ്കൽ പ്രമാണിച്ച് തിങ്കളാഴ്ച സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാടിനോട് ചേർന്നുള്ള ജില്ലകൾക്കാണ് അവധി. കൊല്ലം തൊടിയൂരിൽ മർദ്ദനമേറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ച കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അടുത്ത 2 മാസത്തിനുള്ളിൽ രാജ്യത്ത് 1000 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഫറൂഖിൽ. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.